ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടിഫനൊക്കെ കഴിക്കാൻ, പത്തിരിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതാ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ലേശം ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ തേങ്ങ ചിരവുമ്പോൾ എല്ലാം ഒരുപോലെയാണെങ്കിൽ പെട്ടെന്ന് അത് ആയി കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അഥവാ നമ്മൾ ചിരവുമ്പോൾ ചെറുതും വലുതൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരവുകയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഓൺ ചെയ്ത് പറഞ്ഞാൽ എല്ലാം ഒരുപോലെ ആയി കിട്ടും. അത് വറുത്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. കേട്ടോ, ഏകദേശം ആവാറായിട്ടുണ്ട്. ആയിട്ടൊന്ന് വഴണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ചതച്ചതാണ്, ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരണം. ഇതാ 3 തക്കാളി കട്ട് ചെയ്തത്, 2-3 കൊത്ത് കറിവേപ്പില, ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വരണം. തേങ്ങ വറുത്തത് ഒരു ജാറിലിട്ടിട്ടുണ്ട്, ആറിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടതിൽ. ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തേങ്ങ നന്നായി അരച്ചെടുത്തു. നന്നായി ആയതുകൊണ്ട് തന്നെ കണ്ടോതാ നന്നായിട്ട് എണ്ണ മെഴുകി നന്നായിട്ട് പാരുന്നുണ്ട് കേട്ടോ. നന്നായി വറുത്തതിൻ്റെ ഒരു പാകമായതിൻ്റെ അടയാളമാണ് കേട്ടോ. എന്തായിട്ട് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ജാറൊക്കെ കഴുകി ഒഴിച്ചു കൊടുക്കാം. എന്താട്ടോ അതൊക്കെ കഴുകി ഒഴിച്ചിട്ട് പാകത്തിന് വേവാനുള്ള വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പും കറക്റ്റായി വേണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവാൻ മൂടി വെച്ച് കൊടുക്കാം. ഇതാട്ടോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. വേവണേ ഉള്ളൂ. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ല എന്ന് വെച്ചാൽ അടിക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് അത് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പത്തരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടിയപ്പ പൊടിയാണ്. ഇടിയപ്പം ഉണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം കേട്ടോ. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളം വേണം കേട്ടോ. 1 കപ്പ് ഇടിയപ്പ പൊടിക്ക്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, പാകത്തിന് ഉപ്പ്, 3-4 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, ലേശം തേങ്ങ. ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക, അല്ലെങ്കിൽ പരത്തുമ്പോൾ അത് ബുദ്ധിമുട്ടാവുകയെ. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് ഇട്ട് കൊടുക്കാം. ഈ പത്തിരിപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് വേവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ലേശം അരിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ പരത്തുക. എന്നിട്ട് ഒരു പാത്രത്തിൻ്റെ അത് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഷേപ്പ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ചപ്പാത്തി കല്ല് വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം.
ഇതാ തിരിച്ച് മറിച്ചിടുമ്പോൾ ഇങ്ങനെ പൊള്ളി വരും കേട്ടോ. ഇതാ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ലേശം വേണമെങ്കിൽ ചപ്പാത്തിയിൽ എണ്ണ അങ്ങനെ പുരട്ടി കൊടുക്കുന്ന പോലെ പുരട്ടി കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇതാണ്ടോ പൊങ്ങി കറക്റ്റ് വേവായിട്ടുണ്ട്. ഇങ്ങനെ മതിയാവും. ഈ സമയമാകുമ്പോൾ വേണമെങ്കിൽ ഇതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ ടേസ്റ്റാണ്. ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി റെഡി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.